കർത്താവേ, അരുളിച്ചെയ്താലും ഞങ്ങൾ കേൾക്കുന്നു. മക്കളെ, നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ജീവിതപാതയിലൂടെയാണ് ഞാൻ നിങ്ങളെ ഓരോ ദിവസവും നടത്തുന്നത്. അതിൽ തീർച്ചയായും പ്രതിസന്ധികളൊക്കെ ഉണ്ടായേക്കാം. എന്നാൽ ആ യാത്രയുടെ അവസാനം ശുഭകരമായിരിക്കും. എന്നെ ഉപേക്ഷിച്ച് സ്വന്തം ഇഷ്ടപ്രകാരമുള്ള നിന്റെ യാത്രയിൽ കുഞ്ഞെ, നീ തനിച്ചായിരിക്കും. അതൊരിക്കലും ശാശ്വതമാർഗമായിരിക്കില്ല. എന്റെ വഴിയെ നടക്കുമ്പോൾ നിന്റെ മുമ്പിലും പാർശ്വങ്ങളിലും ഞാനുണ്ടായിരിക്കും. നിനക്ക് ഞാൻ ഒരുക്കുന്ന നിന്റെ വഴിയെപ്പറ്റി ആർക്കും, ഒരു മനുഷ്യനും മുൻകൂട്ടി ഒന്നും പറയാൻ പറ്റില്ല. അത് മനസ്സിലാക്കാൻ ദക്ഷിണയുമായ ആരുടെയും പിറകെ നീ പോകേണ്ടതില്ല. സ്വന്തം ജീവിതത്തിന്റെ അടുത്ത നിമിഷത്തെപ്പറ്റി പോലും പറയാൻ കഴിയാത്ത നിസ്സഹായനായ മനുഷ്യനിൽ നീ ഒരിക്കലും ആശ്രയിക്കരുത്. വഴിയും സത്യവുമായ എന്നോടൊപ്പം ധൈര്യമായി സമാധാനമായി നടന്നോളൂ കുഞ്ഞെ. നിന്റെ ആത്മാവിൽ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്ന ഡിവൈൻ നാവിഗേഷൻ സിസ്റ്റം അനുദിനം അനുനിമിഷം നിന്നെ നേരായ വഴിയിലൂടെ നടത്തും. മാതാപിതാക്കളുടെ കൈപിടിച്ച് നടക്കുന്ന കൊച്ചുകുട്ടിക്ക് വഴിയേത്, വളവേത്, തിരിയേണ്ടത് എവിടെ എന്നൊന്നുമുള്ള യാതൊരു ആകാംക്ഷയുമില്ലല്ലോ. അതുപോലെ എന്നോടൊപ്പം ഞാൻ നടത്തുന്ന വഴികളിലൂടെ എൻ്റെ മക്കൾ നടന്നാൽ മതി. വാസ്തവത്തിൽ നീ തന്നെ നടക്കുകയല്ല, വഴി തെളിച്ച് ഞാൻ നിന്നെ വഴി നടത്തുകയാണ്. വഴിതെറ്റിയാൽ ഞാൻ വഴിതിരിച്ച് നേരായ വഴിയിൽ നിന്നെ നടത്തും. പ്രതിസന്ധികളുടെ താഴ്വരയിലും എൻ്റെ മക്കളുടെ കൂടെ ഞാനുണ്ടാകും. വടിയും കോലുമായി ഞാൻ മുമ്പേ നടക്കുമ്പോൾ എന്തിനാണ് കുഞ്ഞെ നീ ഭയപ്പെടുന്നത്? നിത്യകൂടാരത്തിൽ നീ എത്തുന്നതുവരെ ഞാനുണ്ടാകും നിന്റെ കൂടെ. എൻ്റെ സ്നേഹിതൻ പത്രോസിനോട് പറഞ്ഞതുപോലെ ഞാൻ എൻ്റെ മക്കളോടും ആവർത്തിക്കുകയാണ്, ഫോളോ മീ. ഞാനുണ്ട് അന്ത്യം വരെ. 119 സങ്കീർത്തനം. അങ്ങയുടെ പ്രമാണങ്ങളാൽ ഞാൻ അറിവ് നേടി, അതിനാൽ ഞാൻ വ്യാജമാർഗങ്ങൾ വെറുക്കുന്നു. അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. കർത്താവിൻ്റെ ഈ വചനങ്ങൾ പ്രതിസന്ധിയുടെ വഴികളിലൂടെ ധൈര്യമായി നമ്മെ വഴി നടത്തട്ടെ. ശുഭാശംസകളോടെ എ പി ജോർജച്ചൻ.